എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് വൺ UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏതു രാജ്യങ്ങളിലാണെങ്കിലും അവിടുത്തെ നിയമങ്ങളിൽ മാറ്റം വരുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട സാഹചര്യം വരുന്നതും വിദ്യാർത്ഥികൾക്കാണ്. ഇപ്പോൾ അമേരിക്കയിലെ പുതിയ കുടിയേറ്റ നയവും ഇതുപോലെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. ജനുവരി 20 പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയത് മുതൽ അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി ഉപേക്ഷിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കോളേജ് പഠനം കഴിഞ്ഞ് അല്പം പണം സമ്പാദിക്കാനായി ചെയ്തിരുന്ന ഈ ജോലികൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വേണ്ടെന്ന് വയ്ക്കാനുള്ള കാരണം പുറത്താക്കലിന് വിധേയമാക്കപ്പെടുമോ എന്ന ഭയത്തെ തുടർന്നാണെന്ന് ഇവർ പറയുന്നു. പല കുട്ടികളും അമേരിക്കൻ കോളേജിൽ സീറ്റ് സുരക്ഷിതമാക്കുന്നതിനായി വൻതുക ലോണെടുത്ത് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിൽക്കാനും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും പാർട്ട് ടൈം ജോലികൾ വലിയ സഹായമായിരുന്നെന്നാണ് മിക്ക കുട്ടികളും അഭിപ്രായപ്പെടുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 20 മണിക്കൂർ ജോലി ചെയ്യാൻ F1 വിസ അമേരിക്ക അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ താമസിക്കുന്ന സ്ഥലത്തെ വാടക, പച്ചക്കറി, പലവ്യഞ്ജനം അടക്കമുള്ളവ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്കായി അധിക വരുമാനം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി കോളേജ് സമയത്തിന് ശേഷം അധികം വിദ്യാർത്ഥികളും ഹോട്ടലുകളിൽ, ഗ്യാസ് സ്റ്റേഷനുകളിലും ചില്ലറ വിൽപ്പന വ്യാപാര കേന്ദ്രങ്ങളിലും അനധികൃതമായി ജോലി ചെയ്യുന്നത് കണ്ടുവരുന്നു. അതിനിടയിലാണ് പുതിയ ഭരണകൂടം കുടിയേറ്റ നയം കർക്കശമാക്കിയിരിക്കുന്നത്. നിയമം കൂടുതൽ കടുപ്പിച്ചതോടെ ഭാവി ഇരുട്ടിലാകുന്നത് അവഗണിച്ച് അനേകം വിദ്യാർത്ഥികൾ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതമാകുന്നു. മിക്ക കുട്ടികളും മണിക്കൂറിന് $7-8 പ്രകാരം 6-8 മണിക്കൂറുകളാണ് ജോലി ചെയ്യുന്നത്. ഇതിലൂടെ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ മിക്കവരും ജോലി നിർത്തിയിരിക്കുകയാണ്. ഏതാനും നാൾ ജോലിക്ക് പോകാതെ ഇരുന്ന ശേഷം സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്നാണ് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ വലിയ വൻ തുക ലോൺ എടുത്തുകൊണ്ട് നാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് പോയിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ കഷ്ടതകളാണ് അമേരിക്കയിലടക്കം അനുഭവിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വേദനകൾ. പല തരത്തിലുള്ള ലോണുകൾ നാട്ടിൽ നിന്ന് എടുത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി അവിടെ പോയി കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇന്നും നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. ഇതുപോലത്തെ അപ്ഡേറ്റുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും അപ്ഡേറ്റായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.